വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗ്ലോ. ആൻഡ് എനിക്ക് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ടായിരുന്നു, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഓൾറെഡി ഒരു നാച്ചുറൽ ഗ്ലോ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ മുമ്പത്തെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കോലമാണ്. ഒരു മാറ്റവും ഞാൻ വന്നിട്ടില്ല. അതായത് ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് ഞാൻ വൃത്തിയാക്കില്ല. നോക്കില്ല, ഒരു ഇതുമില്ല. ഷോള് മാത്രം ജസ്റ്റ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഷോള് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ അല്ല ഒരു ഇതുമില്ല. പിന്നെ എനിക്ക് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ടായിരുന്നു, പക്ഷേ ചെറിയൊരു ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടില്ല. കറൻലി ഞാൻ ഫേസ് വാഷ് ഇപ്പം യൂസ് ചെയ്യുന്നത് തന്നെയാണ് കണ്ടിന്യൂസ് 2 വർഷം യൂസ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ സോപ്പ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് മുഖത്ത് ചെറിയൊരു കുഴി, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല, പക്ഷേ ചെറിയ കുഞ്ഞു കുഴികളുണ്ടായിരുന്നു. പക്ഷെ കുഴി അങ്ങനെയല്ല, രോമങ്ങൾ വളരുമ്പോൾ ഉണ്ടാകുന്നൊരു ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയും ഞാനിങ്ങനെ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാത്തവർക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് വാഷ് വേണമല്ലോ. അങ്ങനെ ഫേസ് വാഷ് തപ്പിയപ്പോഴത്തേനും ഒരു ആക്ട്രസ് തന്നെയാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഫേസ് വാഷ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഗാർണിയറിൻ്റെ ഒരു ഫേസ് വാഷ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം 3ാമത്തെയാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത്. ഈ ഒരു ഗാർണിയർ ഞാനിപ്പം ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്, അതിൽ നനഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 വർഷമായിട്ട് ആ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരുത്തില്ല. ഇത് പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ, ഇടയ്ക്കിട്ട് പിടിച്ചിട്ട് മാറ്റി നിർത്തി വേറെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ 2 വർഷം കണ്ടിന്യൂസ് ഇപ്പോൾ 2 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വെച്ച് എനിക്കറിയാം ഈ സാധനം സെറ്റാണ്. പിന്നെ അത് നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും പിന്നെ ഇൻസ്റ്റൻ്റായിട്ടൊരു എന്താ പറയുക ഒരു കഡു ഫേസ് വാഷാണ്. നോക്കൂ, ബ്രൈറ്റ് കംപ്ലീറ്റ് വൈറ്റമിൻ സി ഉണ്ട്, ഡുവാഷ് ആണ്, ഫൈറ്റ്സ് ഡാർക്ക് സ്പോട്ട് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്, ഇതൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇതൊരു സെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു, എൻ്റെ കൈയും കാലുമൊക്കെ യൂസ് ചെയ്തുള്ളൂ. കാരണം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്, അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്ലമ്മിൻ്റെ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനവും സൺസ്ക്രീനും കൊളാബ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പം ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല, എന്തായാലും നമ്മൾ ഇട്ട് നോക്കിയിട്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം റെക്കമെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ അതുകൊണ്ട് ഞാൻ എന്തെടുത്തു ഈ ഒരു ഫേസ് വാഷിൽ ഇത് നമ്മുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ബ്രൈറ്റ് സ്കിൻ 2 വീക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നോക്കാം, ബ്രൈറ്റ് ആവുമെന്ന് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതും ട്രൈ ചെയ്ത് നോക്കി. ഇതും സൺസ്ക്രീനാണ് തന്നത്. സൺസ്ക്രീൻ ജന്മത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോ ഇപ്പം ഒരു 3 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എന്തിനാണ് വെറുതെ സൺസ്ക്രീനൊക്കെ വരത്തേക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല. സ്കിന്നിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്കിന്നിനൊന്നും പറ്റത്തില്ല. അപ്പം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സ്കിന്നിൻ്റെ സംഭവം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. പ്ലമ്മിൻ്റെ ഈ ഒരു സാധനം സെറ്റാണ്. 2 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് രാത്രി ഇട്ട് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന വെച്ചാൽ ഗ്ലോയും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ കുഞ്ഞു കുഴികൾ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയും എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലോ വേണ്ട, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് 2 വീക്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാണിച്ചില്ല, ഈ ഒരു ഐറ്റമാണ്. ഇത് പകുതിയോളം തീർന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഭയങ്കര ഒരു ഇങ്ങനത്തെ സംഭവമാണ് കണ്ടോ. ടെക്സ്ചർ തന്നെ നല്ല ഒരു മൈൽഡ് സാധനമാണ്. ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ റൈസ് വാട്ടർ നിയാസിനമൈഡാണ്. ക്ലിയർ മോയ്സ്ചറൈസ് ജെൽ ക്രീമാണ്. അടിപൊളിയാണ്. എനിക്കൊന്നും പറയാനില്ല. കാരണം എനിക്ക് നല്ലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലരുണ്ടാവുമല്ലോ ഈ ആക്നെയും പിമ്പിൾസും ഒക്കെ വന്നിട്ട് ആകെ ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ട് പോയി കിടക്കുന്നവർ.
അപ്പോൾ അവർക്കിതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തില്ല. കാരണം ഞാൻ പറയാം, എൻ്റെ സ്കിന്നിന് മതി അങ്ങനത്തെ സ്കിന്നാണ്. നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പിന്നെന്താ, അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി, സോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കിട്ടണമെന്നൊന്നും ഇല്ല. എന്നാൽ പോലും നിങ്ങളിങ്ങനെ ഡാർക്ക് സർക്കിളാണ്, പിമ്പിൾസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതായിരിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, നോക്കൂ. ഞാൻ ഒന്ന് യൂസ് ചെയ്തില്ല. പിന്നെ എനിക്കെൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ടും എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടെന്ന് സെൻസിറ്റീവ് സ്കിന്നാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ഈ സാധനങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് മാറ്റമൊന്നും തോന്നിയില്ല. നോക്കൂ, ചെറിയൊരു ഇങ്ങനെ കഴിഞ്ഞ ദിവസം കീറിയതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്കും ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊടുക്കുന്ന റേറ്റിന് ഭയങ്കര റിസൾട്ട് തരുന്ന സാധനമാണ് ഇത്. ഞാൻ നമ്മുടെ വേറൊരു ആക്ട്രസ് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതിന് 3ാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതൊരു കൊളാബിന് കിട്ടിയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. സോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 2 വീക്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. 2 വീക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയാം. എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.